യൂട്രൈൻ ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങൾ ഞാനൊന്ന് പറഞ്ഞത് ഡയബറ്റീസ്, ഹൈപ്പർ ഈസ്ട്രജനുള്ള സ്റ്റേറ്റിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി ഇതെല്ലാം കൂടിയുള്ള ഒരു കണ്ടീഷനാണ്. ഇതിനാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന അതിസങ്കീർണമായ ഒരു അവസ്ഥയാണ് മെറ്റബോളിക് സിൻഡ്രോം. അതിൽ എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് നോക്കാം. നമുക്ക് ലൈപ്പിഡ് പ്രൊഫൈലിൽ ട്രൈഗ്ലിസറൈഡ് കൂടുതലും ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകും, ഡയബറ്റീസ് ഓർ പ്രീ ഡയബറ്റിക് സ്റ്റേജ്. പിന്നെ ഗ്ലൂക്കോസ് നമുക്ക് ശരീരത്തിൽ യൂസ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഇൻസുലിന്റെ ലെവൽ കൂടും. ഇതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ സെൻട്രൽ അഡിപ്പോസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ട്രങ്കൽ ഒബിസിറ്റി, ശരീരഭാഗം വണ്ണം വയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഇത് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈസ്ട്രജൻ ശരീരത്തിൽ കൂടുതലായിട്ട് ഈ അവസ്ഥയിൽ ഉണ്ടാകും. അപ്പൊ അത് ഒരുപിടി ക്യാൻസറിന് കാരണമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം. അത് ഏതൊക്കെ ക്യാൻസറുകളാണെന്ന് നോക്കാം. അതിൽ പ്രധാനം യൂട്രൈൻ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ തന്നെയാണ്. അതുപോലെ കുടൽ മലാശയ ക്യാൻസറുകൾ, സ്തനാർബുദം, അണ്ഡാശയ ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ, അതുപോലെ തന്നെ ലിവർ ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും അന്നനാളത്തിലെ ക്യാൻസറുകൾ, വൃക്ക ക്യാൻസറുകൾ, ഇതെല്ലാം ഒബിസിറ്റിയുടെ മെറ്റബോളിക് സിൻഡ്രോമിന്റെ കാരണം കൊണ്ടുണ്ടാകുന്നവ തന്നെയാണ്.